സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ സ്നാക്ക് ടൈം കേരള. ഇന്നൊരു ഫിഷ് തന്തൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തിലാപ്പിയ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഫാമിൽ നിന്ന് ഡയറക്റ്റായിട്ട് പിടിക്കുന്ന ഫിഷാണ്. അപ്പോൾ അതിനാദ്യം കുറച്ച് തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ ഫാദർ ഇത് പിടിച്ചു തരും. ഈ പച്ച കളറിലുള്ള തീറ്റയാണ് കൊടുത്തിട്ടുള്ളത്. ദാസോളയാണ് അവർ ഇതാണ് കഴിക്കാറ്. ഇവർക്ക് ഭക്ഷണമായിട്ട് അസോളയും അതേപോലെ തന്നെ ഒരു ഗ്രോവറിൻ്റെ വേറെ ഫീഡാണ് കൊടുക്കുന്നത്. നമുക്കൊരു 5 മീനൊക്കെ മതി. വീട്ടിലുള്ളൊരു 5 ആൾക്കാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തീറ്റ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അവരെ പിടിക്കാം. ഒരു 5 വേണം, ഒന്നോള് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാടുണ്ട്. നമ്മളിതൊന്ന് ഒരു 5 സെലക്ട് ചെയ്യാണ്. ആ ഒരു 5 മീനെ സെലക്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായി കിട്ടിയിട്ടുള്ളത്, ബാക്കിയൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ വെച്ചിട്ടാണ് തന്തൂരി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടത് ആദ്യം 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. ആവശ്യത്തിന് നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വലിയ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. നമുക്ക് നേരത്തെ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ നീര് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി വേണം, അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. സാധാരണ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഞാനിത് കുറച്ച് നേരത്തെ ചെയ്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള ഗ്രില്ല് ചെയ്യാനുള്ള പ്ലേസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീട്ടിലെ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരട്ട കത്തിച്ച് വെച്ചിട്ടാണ്. നമുക്ക് ഏകദേശം അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ എത്രയാണോ വേണ്ടത് കനൽ, അതിനനുസരിച്ചിട്ട് ചിരട്ട ഇട്ട് കൊടുക്കണം.
അപ്പോൾ നമ്മളെ മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഗ്രില്ല് ചെയ്യാനുള്ള കമ്പിയിൽ വെച്ചിട്ടുണ്ട്. ഒരു വാഴയിലയിലാണ് മുഴുവൻ മീൻ വെച്ചിട്ടുള്ളത്. നമ്മളത് ചുട്ടെടുക്കുമ്പോൾ കമ്പിയിൽ പറ്റി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ചുട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് വാഴയില യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല, അത് കാരണമാണ് ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം വാഴയിലയിലാവുകൊണ്ട് നമുക്ക് ഒരു സൈഡിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുക. ഇനി മുകളിലായിട്ട് നമുക്ക് മറ്റൊരു വാഴയിലയും കൂടി വെച്ചിട്ട് നമുക്കിത് ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഗ്രില്ലെല്ലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളെ കനലൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ചൂടാക്കിയിട്ടായി കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം തന്നെ കുറേ നേരം വെക്കാൻ പറ്റില്ല. അത് നമ്മളിങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് മീനായത് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഗ്രില്ല് ചെയ്യണത് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എല്ലാ സൈഡും നമ്മളിങ്ങനെ ഇതിൻ്റെ കനലുള്ള ഭാഗത്തേക്ക് കൂടുതൽ വെച്ചെടുത്താലോളൂ മുഴുവനായിട്ട് നമുക്ക് വെന്ത് കിട്ടുക. നല്ലപോലെ നമുക്കിതൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ലൊരു വേവാവുന്നത് വരെ നമുക്കിത് തുടർന്നു കൊണ്ടേയിരിക്കാം. നമ്മുടെ മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് ഓവറായിട്ട് ഗ്രില്ല് ചെയ്യണമെന്നില്ല. തന്തൂരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ മീൻ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അത് കാരണമാണ് ഞാൻ ഇത്ര ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, കാരണം വളരെ ടേസ്റ്റിയാണ്. അധികം ചിക്കൻ ഗ്രില്ലിട്ടാണ് കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് കഴിച്ച് നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മീനാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.